ഇസബെല്ല ഫാഷൻ സ്റ്റോർ കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നീല ചുരിദാറും ഇട്ട് മഞ്ഞ പാവാട ഇട്ടെന്നൊക്കെ പറയാൻ വരിക. വീണ്ടും ഞാൻ വന്നു പുതിയ കുറച്ച് സാരികൾ കാണിക്കാൻ. ഞാൻ ഒന്നും പോയിട്ടില്ലായിരുന്നു, ഞാൻ വീട്ടിലേ പോയിട്ടില്ലായിരുന്നു. വീഡിയോ എടുപ്പ് തന്നെയായിട്ട് ഇവിടെ കൂടി. അപ്പം ഇന്നത്തെ കളക്ഷൻസ് ആദ്യം കാണിക്കുന്നത് ലിനൻ സാരി. ലിനൻ സാരി നമ്മൾ ഇത്രയും കാലം കണ്ടത് സിൽവർ സെറി ആയിട്ടായിരുന്നു അല്ലേ. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് സാരിയിൽ സിൽവർ സെറിയുടെ സ്ഥാനത്ത് ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ഡാർക്ക് മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഗോൾഡാണ്. എന്ത് ഗോൾഡാന്ന് ചോദിച്ചാൽ ആൻറ്റിക് ഗോൾഡൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു കളറിലേക്കാണ് വരുന്നത്. നമ്മുടെ പ്യുവർ ഗോൾഡിൻ്റെ സാധാരണ കസവിൻ്റെ ഒരു കളറല്ല, അതിലും ഭയങ്കരമായിട്ടുള്ള ഒരു ഡാർക്ക് മിക്സ് ആയിട്ടുള്ളൊരു കളറില്ലേ, ഒരു മെഹന്തി കളറൊക്കെ, മെഹന്തി ഗോൾഡ് അങ്ങനത്തെ ഒരു കളർ വരികയില്ല, അങ്ങനത്തെ ഒരു ബോർഡറുമായിട്ട് ഒരു വെറൈറ്റി ലുക്കിലുള്ള നമ്മുടെ ലിനൻ സാരി. ലിനൻ സാരി എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുക, ഡ്രൈ വാഷേ പാടുള്ളൂ, കണ്ടാൽ ഇഴയെല്ലാം ആകുന്ന ഒരു സ്റ്റാർച്ചൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാധനമാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണിയെ, കണ്ടോ, നോക്കൂ മുന്താണിയല്ല, ഇതിലെ കൂടെ ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞു സീക്വൻസ് പോലെ ചെയ്തിട്ടുണ്ട്, വളരെ ചെറുത്. സൂക്ഷ്മമായി നോക്കിയാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന മുന്താണിയുടെ വർക്ക്. ഞാൻ പറയും, ഞാൻ തന്നെ ചിരിക്കും, കാരണം ഇവിടെയുള്ളത് നിങ്ങളെ അല്ല കേട്ടോ, ഇവിടെയുള്ളത് ഇവിടെ ഇപ്പം നിർവികാര ജീവികളാണല്ലോ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബോർഡർ. ഇതും കൂടെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷാ. ഇത് ഡ്രൈ വാഷ് ഉള്ളി എന്ന് പറഞ്ഞ് തന്നെ വരുന്നതാ. ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. ഈ മെറ്റീരിയൽ ഇതാ ഇത്രയും ട്രാൻസ്പെറൻറ്റാണ്, കനം തീരെ കുറഞ്ഞിട്ട് ഇഴയൊക്കെ ഇച്ചിരി ആകുന്ന ലിനൻ്റെ ആ ഒരു മെറ്റീരിയൽ വരില്ല. ലിനൻ എന്ന് പറഞ്ഞാൽ സെമി ലിനനാണ്, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വരുന്ന സാരിയാണ്. ഇത് ഡ്രൈ വാഷേ പാടുള്ളൂ. നിങ്ങളിത് വാങ്ങിക്കുന്നത് ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടേ വാങ്ങിക്കാവുള്ളൂ, കാരണം ഇത് അറിയത്തില്ലാത്ത ആൾക്കാർ കണ്ട ഉറപ്പായിട്ടും തെറ്റിദ്ധരിക്കും. ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിനൊരു രസമില്ലല്ലോ, കാഴ്ചയിലല്ല ഇതിൻ്റെ രസം. ഇതിൻ്റെ ബ്ലൗസും കൂടെ കൂട്ടി തയ്ച്ച് ഇട്ട് കഴിയുമ്പോഴാണ്. ഇതിൻ്റെ ബ്ലൗസ് എവിടെയെങ്കിലും കണ്ടവരുണ്ടോ? ഇതാണ് ബ്ലൗസ്, കണ്ടോ, എന്ന രസമായിരിക്കും, ഒന്നും ചിന്തിച്ച് നോക്കിയേ. പ്ലെയിൻ തേല് ഈ ഒരു ഇതും കൂടെ വരും, എന്നിട്ട് ബോഡിക്ക് മുഴുവൻ ഇങ്ങനെ ഒരു ഡിസൈനും വന്നിട്ട് എന്നാ രസമായിരിക്കും, ഒരു വെറൈറ്റി. നമ്മളെപ്പോഴും സിൽവറാണ് ഇതിന് കൂടുതലും വരുന്നത് അല്ലേ. അപ്പോൾ സിൽവറിൻ്റെ സ്ഥാനത്ത് ഈ ഒരു ഗോൾഡൻ എന്നല്ല പറയുന്നത്, ഒരു ഡാർക്ക് കളറാണ്. പിന്നെ അതാ ഞാൻ പറഞ്ഞ, അറിയാവുന്നവരെ വാങ്ങിക്കാവുള്ളൂ എന്നേ തന്നെ ഞാൻ പറയുള്ളൂ. ഇതിങ്ങനെയൊക്കെ എന്നാ ഒക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇത് സഹിച്ച് 100,000 ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്, കാരണം അതിനെപ്പറ്റി അവർക്കറിയാം. ഇത് ഇത്രയൊക്കെ സഹിച്ച് വാങ്ങിക്കേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ സാരി ഉടുത്താൽ കിട്ടുന്ന ലുക്ക് തന്നെയാണ് അതിൻ്റെ കാര്യം. അടുത്ത ഡിസൈൻ ഇതേ. ഈ ഡിസൈനുണ്ടല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാം തമ്മിലൊരു സാമ്യത തോന്നും, വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇവിടുത്തെ ബോർഡർ നോക്കിയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ബോർഡറിന് മാത്രമേ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യത്തുള്ളൂ. ഇവിടുത്തേത് അത്രമേൽ സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടുത്തെ ഡിസൈൻസ് അറിയാം. അപ്പോൾ ഇവിടുത്തെ ബോർഡർ നോക്കിയാൽ നിങ്ങളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതേ മേടിക്കാവുള്ളൂ. പിന്നെ ചെറിയ ഡിസൈൻസിലൊക്കെ വ്യത്യാസമുള്ളതൊക്കെ ഒന്നും ഒരു കാര്യമില്ല ഇതിനകത്ത്. ഈ സാരി എല്ലാം ഒറ്റയടിക്ക് നോക്കി ഒരുപോലെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സാരിയുടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കുനിപ്പിനൊരു വാലും കൂടെ ഉണ്ട്. ആ വാലില്ലാത്ത സാരി വന്നപ്പോൾ സാരി മാറിപ്പോയി, സാരി എനിക്ക് മാറിപ്പോയി, എൻ്റെ സാരി മാറിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അയ്യോ, ഞാനൊക്കെ ആണെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ തന്നെ ഓർക്കും, എൻ്റെ ദൈവമേ, ഈ കുനിപ്പുകൊണ്ട് ഈ സാരിയിൽ എന്തുവാണ് കൂടുതൽ. കസ്റ്റമറുടെ ഇഷ്ടം. ഇപ്പം വെറുതെ ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ ഓരോ കാഴ്ചപ്പാടുകൾ. ഇതെങ്ങോട്ടാണ് ഈ വലിച്ചോണ്ട് പോകുന്നത്? ഞാനിതൊന്ന് കാണിച്ചോട്ടെ. വലിക്കുമോ നിന്ന്? ഇത് മുന്താണി ഒന്നും കാണിക്കണ്ടേ? കണ്ടോ, ഈ മുന്താണിയെ കൂടെ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് പോകുന്നുണ്ട്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ. ഇത് ഞാൻ പിന്നെയും പറയാം, അറിയാവുന്നവർ വാങ്ങിച്ചാൽ മതി, അറിയാത്തവർ വാങ്ങിക്കണ്ട. വാങ്ങിച്ചാൽ ഇത് നേരിട്ട് കണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന എന്നെ സംബന്ധിച്ച് സമാധാനം. ഓൺലൈനിൽ കാണിക്കുന്ന പിന്നെ എന്തിനാണെന്നൊന്നും ചോദിക്കല്ലോ കേട്ടോ. അങ്ങനെയൊന്നും നമ്മൾ കുറ്റപ്പെടുത്തരുത്. എന്നാന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, അറിയത്തില്ലാത്തവർ കണ്ടാലേ അയ്യോ ഇതാണോ നോർക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഏത് ഇതാണെങ്കിൽ എന്ന് പറഞ്ഞാലും. പക്ഷെ അറിയാവുന്നവർക്കറിയാം. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഡിങ്ക കണ്ടോ, ഇതേ ഇത്രയും കനമുള്ളേ, നല്ല സുഖം ഉടുക്കാനാണ് മുന്താണി. ഇത് ബോഡി വന്നിട്ട് ഇങ്ങനെ കണ്ടു മുന്താണി ഇങ്ങനെ
ബ്ലൗസ് ഒന്നും കാണിക്കണ്ടല്ലോ, പ്ലെയിൻ്റെ അറ്റത്ത് ഈ ഒരു ബോർഡർ വരുന്നത്. ഈ ഒരു കളർ വരും ബ്ലൗസിന്. ഈ ഒരു ഇതിൻ്റെ കളറിനകത്ത് ബ്ലാക്കിനകത്ത് ഡാർക്ക്നെസ് കൂടിയതും ഡാർക്ക്നെസ് കുറഞ്ഞതും ഉണ്ടേ. ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞാൽ സ്റ്റോക്ക് അധികം ഇല്ല കേട്ടോ. ഇങ്ങനത്തെ സാരിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിലാണെങ്കിലും എന്തോരം പേരാണെന്നറിയോ ചോദിക്കുന്നത്. കിട്ടാനത് വലിയ പാടും. അതന്നെ കളി. എനിക്കെപ്പോഴും ഡിമാൻഡ് കൂടുതലായതുകൊണ്ടായിരിക്കും അല്ലേ, ഇപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിക്കൂടെ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ എങ്ങനെ ഇത് ഫോൾഡിങ് എടുത്തിരിക്കുന്നത്? അത് മൊത്തം അഴിക്കാതെ പറ്റത്തില്ല, പുറത്തൂടെ പോയി. ഇത് വരും മുന്താണി, കണ്ടോ? മുന്താണി മടക്കി അകത്തോട്ട് കൊണ്ടുപോയിരിക്കുക, അതാ പറ്റിയത്. ഇത് മുന്താണിയൊന്നും തമ്മിലൊരു വ്യത്യാസവും ഇല്ല മറ്റേ സാരിയായിട്ടേ. ഇത് വരും ബോഡി. ഇവിടെ വരുന്ന ഒരു മാംഗോ ഡിസൈൻ. നല്ല സാരിയല്ലേ? നല്ല സാരിയാണ്. ഒരു വെറൈറ്റി ലുക്കൊക്കെ തരുന്ന ഒരു സാരി. അതിൻ്റെ ആ ബ്ലാക്ക് ബ്ലൗസ്, പ്ലെയിൻ ബ്ലൗസ്, എന്നിട്ട് ഈ സൈഡിൽ ഈ ഒരു ബോർഡറും കൂടെ വന്നിട്ട് തയ്ച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ, ലൈനിങ്ങും കൂടി ഇട്ട് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിന് കനക്കുറവാണ്. സാരി ഫോൾ വെച്ചിട്ട് തന്നെ സാരി ഉടുക്കണം. ഇനി നമ്മൾ സെമി ടസറി വരുന്ന കുറച്ച് സാരി കാണിക്കാവേ. അടിപൊളി സാരിയാ. നല്ല ടസറിൻ്റെ ആ ഒരു സുന്ദരമായ അവസ്ഥകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സാരി, മധുരമനോഹര സാരി. എന്തൊക്കെയായി പറയുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായി പറയുന്നത്, എന്തൊക്കെയായി കാണിക്കുന്നത്? ഒന്നുമില്ല. ഇതുണ്ടല്ലോ, ഒരു മെറൂൺ കളർ സാരിയാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, മുന്താണിയെ കൂടെ ഇവിടെ ഇങ്ങനെ ഒരു സീക്വൻസ്. ഇപ്പോൾ എല്ലാത്തിലും ഇതാണല്ലോ, ഒരു ചെറിയ ത്രെഡ് പോലെ പോയിട്ട് എന്നിട്ട് അടുത്തേ കൂടെ ചെറിയ സീക്വൻസ്. സിൽവർ ഡിസൈൻ വരുന്ന ബോർഡർ, വെറും പ്ലെയിൻ ബോർഡറല്ല, ബോഡി, സോറി. കാണിക്കും. ഇങ്ങനെ വരും. എന്നിട്ട് ബോർഡർ ഈ ബോഡിയെ കൂടെ പോയിരിക്കുന്ന ഒരു സിൽവറിൻ്റെ ഡിസൈൻ വരുന്ന ഒരു മങ്ങി നിൽക്കുന്ന ഒരു സിൽവർ. നമുക്ക് നേരെ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണാം ആ ഡിസൈൻ. പക്ഷേ എടുത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തല്ല നിൽക്കുന്നത്, ഒരു നിഴലിനകത്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഒരു ബോർഡർ. എന്താണ് ഇത്? നല്ല ടസർ സാരി ഉടുത്താൽ കിട്ടുന്ന എല്ലാ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ കിട്ടും. ബ്ലൗസ് ഇത് ഉണ്ടോ? ആ ബോഡിയുടെ തന്നെ ബ്ലൗസ് അല്ലേ, റണ്ണിങ് തന്നെ അല്ലേ? അത് മെറൂൺ കളറേ. ഇത് നേവി ബ്ലൂ അല്ലേ? നേവി ബ്ലൂ ടീൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു കളറാട്ടോ. പ്യുവർ നേവി ബ്ലൂ എന്നോ അല്ല, നേവി ബ്ലൂ, തനി നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു കളറേ. നല്ല കളറാണ്. ഇതിനകത്ത് ഇപ്പോൾ ഈ സെമി ടസർ കാണിച്ചതിനകത്ത് എന്നാണെന്നറിയാമോ? എല്ലാവർക്കും ചേരും. ഏത് കളർ ടോൺ ഉള്ളവർക്കും ചേരും. എല്ലാ സാരിക്കും ഞാൻ അങ്ങനെ പറയുന്നില്ലല്ലോ, ഉണ്ടോ? പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒരാളില്ല, അങ്ങനെ ഞാൻ പറയാറില്ല. എനിക്ക് നമുക്ക് കണ്ടറിയത്തില്ലേ, ചുമ്മാ അങ്ങ് പറയാൻ പറ്റുമോ? എത്തോരോരോ ആൾക്കാർ കാണുന്ന ഇങ്ങനൊരു ബോർഡർ, താഴത്തെ ബോർഡറും ഇങ്ങനെ തന്നെ, മുന്താണി വന്നിട്ട് ഇങ്ങനെ, ഇത് ഇങ്ങനെ. കഴിഞ്ഞ 2 ദിവസമായില്ല ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഞായറാഴ്ച അല്ലെങ്കിലും വീഡിയോ വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ, ചുരുക്കമാണ് ഇടുന്നത്. ഈ ബ്ലൗസും അങ്ങനെയൊക്കെ ഉള്ളത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണിക്കാനുള്ളപ്പോൾ ഞായറാഴ്ച വീഡിയോ ഇടുള്ളൂ. ശനിയാഴ്ച എനിക്ക് മടിയായിരുന്നു, ശരിയായിരുന്നു. വീഡിയോ പിടിച്ചതൊന്നും ഇരിപ്പും ഇല്ലായിരുന്നു, എനിക്കൊരു മടിയുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ഓർത്തു. ചില ദിവസം നമുക്ക് അങ്ങനെയൊക്കെ വരുമല്ലോ. ഇതിൻ്റെ കളറേ ഒനിയൻ ഷെയ്ഡാണോ? ഒനിയൻ കളറും മെറൂണും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. തനി ഒനിയൻ എന്നും പറയാൻ പറ്റത്തില്ല, തനി മെറൂൺ എന്നും പറയാൻ പറ്റത്തില്ല. നല്ലതാണ് കേട്ടോ, നല്ല കോമ്പിനേഷൻ, നല്ല സാരി. എന്നതാ പറയാ, ചമ്മിപ്പോയി അരിക്കാൻ. മുന്താണി കാണിക്കാൻ വേണ്ടി ഇതാണ് മുന്താണി. അവിടെ മുന്താണി ഇല്ല, ഇതാ മുന്താണി. കണ്ടോ ബ്ലൗസ്? ഇതിന് പ്ലെയിൻ ആണല്ലോ, അതിന് മാത്രം പ്ലെയിൻ അല്ലാതെ വന്നത് രണ്ടെണ്ണത്തിന്. ഇതിന് മാത്രം പ്ലെയിൻ ആണല്ലോ, ഉണ്ടോ? ഇത് ബ്ലൗസ്
അതിനങ്ങനെ അല്ലേ. ഒരു കെട്ടിൽ തന്നെ പല വെറൈറ്റീസ്. നമുക്ക് കോട്ടൺ സാരി കാണാം, പ്യുവർ കോട്ടൻ്റെ സാരികൾ, അതിമനോഹരമായ കോട്ടൺ സാരികൾ. കോട്ടൺ സാരി മാത്രം ഡെയിലി ഉടുക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ളവർക്ക് സന്തോഷമായിട്ട്. ഒത്തിരി പേരിനോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് ഈ കോട്ടൺ സാരി കാണിക്കാൻ ഇത്ര പിശുക്കെന്ന്. പിശുക്കെന്ന് വെച്ചാൽ പിശുക്കൊന്നും ഇല്ല, എന്തുകൊണ്ടോ കാണിച്ചില്ല. കണ്ടോ, നല്ല ചുങ്കടി പ്രിൻ്റ് പോലെ. ഇതാണ് അതിൻ്റെ പ്രിൻ്റ്. നല്ല പിങ്ക് ഷെയ്ഡിൽ ഒരു ആഷ് കളറും ആഷിൻ്റെ ഡാർക്ക് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ലൈൻസ് പോലെ, ലൈൻസ് അല്ല, സാരി ഗാമൊക്കെ എഴുതിയ പോലെ, സായോ ഗായോ ഒക്കെ എഴുതിയ പോലത്തെ ഒരു ഡിസൈൻ. ഫുള്ള് ഇങ്ങനെയാണ് പോകുന്നത്, ബോഡി ഫുൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ഇങ്ങനെ വരും. ഇതങ്ങോട്ട് ഉടുത്തിട്ടുണ്ടല്ലോ, നല്ലൊരു വേളുമാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എന്നാ രസമായിരിക്കുമെന്നറിയാമോ? എന്നാന്ന് ചോദിച്ചാൽ ഉടുത്ത് വെച്ച പോലെ ഇരിക്കും. നമ്മൾ ഈ പ്ലീറ്റ്സൊക്കെ അങ്ങ് പിടിച്ചങ്ങോട്ട് ഇട്ടിട്ട്. ബ്ലൗസാണ് തപ്പുന്നത് കേട്ടോ, ബ്ലൗസ് ഒന്ന് നോക്കാവോ? ബ്ലൗസ് പ്ലെയിനാണോ? ഇതാ ബ്ലൗസോ? ബ്ലൗസ് റണ്ണിങ് അല്ലേ? ഓക്കെ, ബ്ലൗസ് റണ്ണിങ് കേട്ടോ. പിന്നെ പിങ്ക് ബ്ലൗസ് ഇട്ടോ, ഇത് ഈ പിങ്ക് കളർ ബ്ലൗസ് ഇട്ടാൽ മതി, നല്ലതാണ്. അല്ലെങ്കിൽ ഇതിട്ടാലും കുഴപ്പമില്ല. ഈ പിങ്കിനെ കഴിഞ്ഞും ഇച്ചിലൂടെ ഒരു വ്യത്യസ്തത തോന്നുന്ന ഇതായിരിക്കും, പക്ഷേ മജോറിറ്റി ആൾക്കാരും പിങ്ക് എടുക്കുള്ളൂ, അങ്ങനെയാണ്. എന്താ പറയട്ടെ, നല്ല പ്ലീറ്റ്സൊക്കെ ഇട്ട് നല്ല പിടിച്ചൊക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലേ പിന്നെ രസമായിരിക്കും. ഡെയിലി പോകുന്ന ടീച്ചർമാർക്കും ഡോക്ടർമാർക്കും എൻ്റെ ഡോക്ടേഴ്സ് കസ്റ്റമേഴ്സിനും ഒക്കെ നല്ല ഭംഗിയായിട്ട് പോകാം. ഇത് ബ്ലാക്ക് ആണോ അതോ നേവി ബ്ലൂ ആണോ? ബ്ലൗസ് അതിന് സെപ്പറേറ്റ് ആണോ? അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ആയിരുന്നു. ഒരു മിനിറ്റ്, നോക്കാം അല്ലേ. ഇതുണ്ട്, ഇതിൻ്റെ ബ്ലൗസ് സെപ്പറേറ്റ് ഉണ്ട് ഇതിനകത്ത്. ചിലതിനങ്ങനെ കട്ട് ചെയ്ത് വരുന്നത്. എന്തിനാണോ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്? മനുഷ്യനെ പഴി കേൾപ്പിക്കാൻ. ഉണ്ട് അതിന് ബ്ലൗസ് എടുക്കാൻ പോകണ്ട കേട്ടോ. ഇതേ ബ്ലൗസ്, ഇത് കണ്ടോ, ഇത്രയും നല്ല ആപ്റ്റായിട്ടുള്ള ബ്ലൗസ് അവിടെ കിട്ടും. പിങ്കും അറ്റത്ത്, കൈയുടെ അറ്റത്ത് പിടിപ്പിക്കാൻ ആ ഒരു ബോർഡറുമായിട്ട്. ആദ്യത്തെ സാരിയുടെ ആണേ. അപ്പോൾ എല്ലാത്തിനകത്തും ഈ ബ്ലൗസ് കാണാം. എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഇങ്ങനെയാണെന്ന് കരുതിയാൽ മതി, കാരണം അങ്ങ് അകത്ത് കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഈ വരുന്ന കളറിൻ്റെ ആണ് മജോറിറ്റി കളറിൻ്റെ ബ്ലൗസിൻ്റെ. പിന്നെ ബോഡിയെ പോകുന്ന ഭാഗം ഇതായിട്ട് വരും. ഇതാണ് ഒരു നേവി ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇത് ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡും ഉണ്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല സാരിയാണ്, സിമ്പിൾ സാരിയാണ്, പക്ഷെ നമുക്ക് നല്ലൊരു സുഖമാണ്, ബോഡിക്കും സുഖമാണ്, നല്ലൊരു ലുക്കുമാണ്. താഴെ പോകല്ലേ ബ്ലൗസേ. എനിക്ക് കോട്ടൺ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ഈ കോട്ടൺ സാരി ഒന്നാമത് ഒത്തിരി കൊണ്ടുവരില്ല. എന്തെങ്കിലും ഒരു വെറൈറ്റി ഫീൽ തോന്നുന്നില്ലെങ്കിൽ എനിക്കിഷ്ടമില്ല കോട്ടൺ സാരി. പക്ഷേ ഇതിന് ഭയങ്കര ഒരു ലുക്കില്ലേ. പിന്നെ കോട്ടൺ സാരിയെ പറ്റി എന്നെ കഴിഞ്ഞൊക്കെ ഒത്തിരി അറിയാവുന്ന ആൾക്കാർ കാണുമ്പോൾ അവർ പറയായിരിക്കും ഇതിലും വെറൈറ്റി ഫീൽ തോന്നുന്നു കോട്ടൺ സാരി ഉണ്ടെന്ന്. പക്ഷേ ഈ കോട്ടൺ സാരിക്ക് ബോർഡർ വന്നിട്ട് ബോഡിയെ കുറച്ച് പൂക്കളുമായിട്ട്, അതിനോട് എനിക്ക് വലിയൊരു ഇഷ്ടമില്ല. കാരണം എപ്പോഴും അങ്ങനെ ഒരു എന്താണോ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലേ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഡിസൈനൊക്കെ വരുന്നതാണ് എന്നെ സംബന്ധിച്ച് ഇഷ്ടം. അപ്പോൾ അങ്ങനെ കണ്ടാലേ ഞാൻ കോട്ടൺ സാരി പർച്ചേസ് ചെയ്യുള്ളൂ. എന്ത് വലിയ കാര്യമായിപ്പോയി അല്ലേ. ഇത് നേവി ബ്ലൂ അല്ലേ? അതെ, ബ്ലാക്ക് അല്ല, ബ്ലാക്കും നേവി ബ്ലൂ ആണോ തിരിച്ചറിയത്തില്ല. അതുപോലത്തെ അത്രയും ഡീപ്പായിട്ടുള്ള കളറാണ്. ഇവിടെ നല്ല തെളിമയുള്ള മസ്റ്റാർഡ് യെല്ലോ കണ്ടോ, നല്ലൊരു കളറാണേ. ആ കളറിനൊരു ഇത് തോന്നിക്കുന്നു ഇതിൻ്റെ. അപ്പോൾ ബ്ലൗസ് വരുമ്പം ഇതും ബോർഡറായിട്ട് ഈ ഒരു ഇതും വരും. എല്ലാം ഏത് ഉറപ്പായിട്ടും താഴെ പോയല്ലേ ബ്ലൗസ്. ഉറപ്പായിട്ടും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിലേത് ചൂസ് ചെയ്യണം. അത്രയ്ക്ക് നല്ല കളർ കോമ്പിനേഷൻസ് ആയില്ല. ഞാൻ ചുമ്മാ ഷൂട്ടടിക്കുന്നൊന്നും അല്ല, സത്യമായിട്ടും പറയുക. കോട്ടണിന് മിക്കതിനും ബ്ലൗസ് ഇങ്ങനെയാണ് അല്ലേ, സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഉണ്ടോ ബ്ലൗസ്? കയ്യിൽ ഇതൊക്കെ വെച്ച് ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ എങ്ങനെ ഇരിക്കും എന്ന്. ഞാനല്ല, അവനവൻ ഉടുത്താൽ എങ്ങനെ ഇരിക്കുന്നു. ഒരു ചെറുപയർ വെച്ചയും നല്ല ഒരു പിങ്കും നല്ല രസമല്ലേ. ഇതൊക്കെ ഞാൻ പണ്ടൊക്കെ
ഇടയ്ക്കൊക്കെ കുറച്ച് പ്രാവശ്യമൊക്കെ വളരെ വിരലിലുണ്ടാവുന്ന പ്രാവശ്യം സാരി ഉടുക്കുമായിരുന്നേ. അപ്പം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതൊന്ന് ഇങ്ങനത്തെ കോട്ടൺ സാരി, പിന്നില്ലേ നമ്മുടെ ചുമ്മാ ഷിഫോൺ സാരി ഇല്ലേ ഒതുങ്ങിക്കിടക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉടുക്കത്തില്ല കേട്ടോ, ഉടുക്കാന്ന് പറയാൻ എൻ്റെ 10 വിരലും കൂടെ കൂട്ടാനുള്ള അത്രയും പോലും ഉടുത്തില്ല. ഒന്ന് കല്യാണത്തിന്, പിന്നെ എൻ്റെ ആങ്ങളുടെ കല്യാണത്തിന് എനിക്ക് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ എന്നാ വലിയ ഫംഗ്ഷന് പോയാലും, എന്നാ ഫസ്കസിൻ്റെ കല്യാണത്തിനാന്ന് പറഞ്ഞാലും ചുരിദാർ നമ്മളുടെ ദേശീയ വേഷം അങ്ങനെ ആക്കി മാറ്റിയിരിക്കുമോ ഞാൻ. എനിക്ക് പറ്റത്തില്ല ചൂട് സഹിച്ചിരിക്കാൻ. ഇത് എല്ലാ തുണിക്കും ഇപ്പോൾ വരുന്ന ഒന്നും ചൂടുള്ളതൊന്നും അല്ല കേട്ടോ. ഇപ്പം ഏത് ഫംഗ്ഷൻ വേറും ചൂടില്ലാത്തൊക്കെ നമ്മുടെ വിസ്കോസ് ബനാറസിക്കൊക്കെ എന്നാ ചൂടായിരിക്കുന്നത്, ഒരു ചൂടുമില്ല. അടുത്തത് ഗ്രീനും പിങ്കും. എന്താണ് ഇത്? ബ്ലൗസ് വരുമ്പം ഈ പിങ്ക് വരും, അറ്റത്ത് ഗ്രീൻ ബോർഡർ വരും. കാണാതെ പറയുകയാണ്. കണ്ടോ? കറക്റ്റ് അല്ലേ? ഇത് കണ്ടോ? തീർന്നോ? ഇത്രയേ ഉള്ളൂ അല്ലല്ലോ? കാണിച്ചല്ല അല്ലേ? ഓ, വാചോടിയുടെ ഇടയിൽ സംഭവിക്കുന്ന ഒന്നും ഞാൻ അറിയുന്ന പോലുമില്ല. അതുപോലെ കിടന്നങ്ങ് പറയുമല്ലേ. ബോറടിക്കുന്നുണ്ടോ? സാരല്ല. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കാം കേട്ടോ. ബ്ലൗസിൻ്റെ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ബ്ലൗസ് അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ബ്ലൗസിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ സിമ്പിൾ, ഇച്ചിരിയുള്ള 1 മീറ്ററിൻ്റെ ഈ സാധനം പൊക്കി കാണിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, എന്തോരം പണിയെടുത്താലാന്ന് അറിയത്തില്ല. ഏറ്റവും വലിയ പ്രശ്നം, ബ്ലൗസിൻ്റെ ഓർഡർ വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞാലും ഇങ്ങനെ എടുത്ത് ഓർഡർ വരും. അപ്പം നമുക്ക് ഉണ്ടോയെന്ന് ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല, ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോവും. അതെന്ന് വെച്ചാൽ ഇത് ഇത്രയും കുഞ്ഞു സാധനമല്ലേ, ഇതിനകത്തുനിന്ന് തപ്പി ഈ നമ്പരും വെച്ചുകൊണ്ടിരുന്നല്ലേ ഓർഡർ എടുക്കുന്നത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.